വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ് the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. പാർട്ണറുടെ പേര് ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് എന്ത്? അച്ചുക്കുട്ടി. പണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ഞാൻ വെള്ളത്ത് വളയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഡയലോഗ്സ് ഒക്കെ പറയുമല്ലോ. ഡയലോഗിന്റെ കാര്യത്തിൽ ഒരു ഡയലോഗ് മാത്രമേ പിന്നെ മനസ്സിലായി. ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്ന പെണ്ണിനെ അച്ചു എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യം. എന്റെ എക്സിന്റെ പേര് അച്ചു എന്നായിരുന്നു. എക്സിന്റെ പേര് അച്ഛനൊന്നും അല്ല, ഞാൻ എക്സിനെ അച്ഛൻ തന്നെ വിളിച്ചിരുന്നത്. എല്ലാവരും അച്ഛനാ വിളിക്കുന്നത്, നമ്മൾ തെറ്റിപ്പോകത്തില്ലല്ലോ. ഇത് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഓരോരുത്തർ വേറെ പേരിട്ട് വിളിക്കുന്നതൊക്കെ കൺഫ്യൂസ്ഡ് ആയി പോകത്തില്ല. കല്യാണത്തിന് ഫോണിൽ വന്ന ആരുടെ എങ്കിലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ മെസ്സേജ്? പൂജയുടെ, ബിഗ് ബോസ് ഉണ്ടായിരുന്ന പൂജയുടെ മെസ്സേജ്. എനിക്ക് വയ്യായിരുന്നാടാ, എനിക്ക് വയ്യ. അങ്ങനെ അവസാനം സിജോ നീ പെട്ടടാ അങ്ങനെ അത് നമ്മുടെ സായി വിളിച്ചു പറഞ്ഞായിരുന്നു, നീ കിസ് അടിച്ചല്ലോടാ കുട്ടാ. എനിക്ക് കുറവട്ടം വന്ന് പറഞ്ഞു കിസ് അടിക്കണം, നീ കിസ് അടിക്കണം. പാർട്ട്ണറുമായുള്ള ഏറ്റവും സ്പെഷ്യൽ ഫോട്ടോ. പിന്നെ ഞങ്ങൾക്ക് വേറെ സ്പെഷ്യലുണ്ട്, ആ രഹസ്യം ഞങ്ങളോടൊപ്പം ഭൂമിയിൽ അലിഞ്ഞു തീരും. അത് പുറത്തു വിഷയമാണ്. ഐസ് ആൻഡ് പെൻഗ്വിന്റെ ഫോൺ ചെക്ക് വിത്ത് സിജോ ആൻഡ് ലിനുവിന്റെ ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞു ഫോൺ ചെക്ക് ആണ്. ഓക്കെ, ഞാൻ ഫോൺ ചെക്ക് ചെയ്യാറില്ല. അത് വേണ്ട, ഇപ്പൊ ചെക്ക് ചെയ്യാലോ. എനിക്കറിയാം നീ നല്ലൊരു പയ്യനാണെന്ന്. ഓക്കെ, ഫോൺ എടുക്കൂ. എനിക്ക് ഫോൺ ഇല്ല മോനെ, പഴയ ഒരു കീപാഡിന്റെ ഫോൺ. അപ്പൊ ഫോൺ ചെക്ക് എന്നുള്ള നമ്മുടെ ഈ സെഗ്മെന്റിൽ രണ്ടുപേരും ഫോൺ എടുത്തിരിക്കുകയാണ് അവരവരുടെ. സോ ഞാൻ സർട്ടൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പൊ അത് കാണിച്ചു തന്നാൽ മതി. സിമ്പിൾ. ഓക്കെ, പാർട്ണറുടെ പേര് ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് എന്ത്? എങ്ങനെയാ സേവ് ചെയ്തിരിക്കുന്നത്? അച്ചുക്കുട്ടി. അച്ചുക്കുട്ടിയാ? അച്ചുക്കുട്ടി എന്ന് പറയുന്നത് പണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ഞാൻ വെള്ളത്ത് വളയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഡയലോഗ്സ് ഒക്കെ പറയുമല്ലോ. അപ്പൊ ഞാൻ ഒരു ഡയലോഗ് മാത്രമേ പിന്നെ മനസ്സിലായി. അന്ന് ഞാൻ പരിചയപ്പെട്ട സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്ന പെണ്ണിനെ അച്ചു എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യം. എക്സിന്റെ പേര് അച്ചു എന്നായിരുന്നു. എക്സിന്റെ പേര് അച്ഛനൊന്നും അല്ല, ഞാൻ എക്സിനെ അച്ഛൻ തന്നെ വിളിച്ചിരുന്നത്. എല്ലാവരും അച്ഛനാ വിളിക്കുന്നത്, നമ്മൾ തെറ്റിപ്പോകത്തില്ലല്ലോ. ഇത് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഓരോരുത്തർ വേറെ പേരിട്ട് വിളിക്കുന്നതൊക്കെ കൺഫ്യൂസ്ഡ് ആയി പോകത്തില്ല. പിന്നെ പെട്ടപ്പോ അച്ചുകുട്ടി ഒന്നാക്കി. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്ന ആളെ അച്ചു എന്ന് വിളിക്കാനാണ് താല്പര്യം. അങ്ങനെയാണ് അച്ചു എന്ന് വിളിച്ചോട്ടെ. എന്നെ അങ്ങനെ എന്റെ പേര് ആകെ ഇച്ചിരി പേര് രണ്ട് ഇതല്ലേ ഉള്ളൂ. ആ വീട്ടിലെല്ലാരും പേരാ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു നിക്നെയിം ഇവിടെ വന്നിട്ടില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. അതെ അതെ, നമ്മുടെ ലിനു ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന എന്താണ്? അച്ച. നമ്മള് മറ്റേ ഇച്ചായ എന്നൊക്കെ വിളിക്കുന്ന അച്ചാന്നാണ് നിങ്ങൾ വിളിക്കാം. ഓക്കെ, അടുത്തത് കല്യാണത്തിന് ഫോണിൽ വന്ന ആരുടെ എങ്കിലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ മെസ്സേജ്. കല്യാണം മീൻസ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജ് പൂജയുടെ, ബിഗ് ബോസ് ഉണ്ടായിരുന്ന പൂജയുടെ മെസ്സേജ്. എനിക്ക് വയ്യായിരുന്നാടാ, എനിക്ക് വയ്യ, എനിക്ക് പനിയായിരുന്നു. വോയിസ് റെക്കോർഡ് ഉണ്ട് എന്റെ ഭയങ്കര പേഴ്സണൽ ആണ്. എന്റെ എനിക്ക് തീരെ വയ്യ, എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് വരാഞ്ഞത്. തീരെ എനിക്ക് വയ്യ. ഇങ്ങനത്തെ ഫണ്ണി മെസ്സേജ് ഒന്നും ഇല്ല അങ്ങനെ അവസാനം സിജോ നീ പെട്ടടാ അങ്ങനെ? അത് നമ്മുടെ സായി വിളിച്ചു പറഞ്ഞായിരുന്നു, എന്താ നീ കിസ് അടിച്ചല്ലോടാ കുട്ടാ. കാരണം അവൻ നിനക്കറിയാലോ ബീബിയിൽ വെച്ചിട്ട് കിസ് അടിപ്പിച്ചായിരുന്നല്ലോ. അപ്പോ അവനിങ്ങനെ നോയിക്കൊണ്ടിരിക്കുക ഞങ്ങള് എപ്പോ കിസ് അടിക്കും. അപ്പൊ അവൻ എനിക്ക് കുറവട്ടം വന്ന് പറഞ്ഞു കിസ് അടിക്കണം, നീ കിസ് അടിക്കണം എന്നിങ്ങനെ കുറവട്ടം വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇത് കല്യാണമല്ല, ഇത് എൻഗേജ്മെന്റ് അല്ലേ, ഒരു ചാൻസ് കിട്ടട്ടെ കണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പൊ ഷൂട്ട് നടക്കുന്ന സമയത്ത് അവരങ്ങടുത്ത് കിസി അപ്പൊ കിസി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോ ഈ കിസ് അടിക്കുന്ന സംഭവിക്കുന്ന അവൻ കണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവൻ പറഞ്ഞു കിസ് അടിച്ചല്ലോടാ കുട്ടാ എന്ന് പറഞ്ഞ അവൻ വിളിച്ചിങ്ങനെ പറഞ്ഞായിരുന്നു. അല്ല, ആ ഒരു ഫോട്ടോയുടെ താഴെ മൊത്തം സായിനെ മെൻഷൻ ചെയ്തിട്ടാണ്. എനിക്ക് ആ വീഡിയോയുടെ താഴത്ത് സായി വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവനത് വിളിച്ചും പറഞ്ഞായിരുന്നു കിസ് അടിച്ചത്. അടുത്തത് പാർട്ട്ണറുമായുള്ള ഏറ്റവും സ്പെഷ്യൽ ഫോട്ടോ. അതാണ് നേരത്തെ കാണിച്ചു തോന്നുന്നുണ്ട്, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. പിന്നെ ഞങ്ങൾക്ക് വേറെ സ്പെഷ്യലുണ്ട്, അത് പുറത്താണിക്കാൻ
അത് ഇതുവരെ ആ രഹസ്യം ഞങ്ങളോടൊപ്പം ഭൂമിയിൽ അലിഞ്ഞു തീരും. അത് കാണിക്കാൻ പറ്റാത്ത രഹസ്യമാണ്. അത് മോനെ അത് പുറത്ത് കാണിച്ച വിഷയമാണ്. അതെന്താ സംഭവം അറിയാമോ? ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഒരു ദിവസം ഞങ്ങൾ കണ്ടു. പറയത്തില്ല, കാര്യം പറയാം, ഫോട്ടോ കാണിക്കാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടു കുറെ ആൾ മുന്നെയാണ്. അപ്പൊ കണ്ട സമയത്ത് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. ഐ മീൻ നല്ല ഫോട്ടോ ആണ് അത്. ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ഹഗ് ചെയ്ത് കിസ് ചെയ്യുന്നൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോ ഞങ്ങളൊരു അവിടെ ടൈമർ ഓൺ ചെയ്ത് വെച്ചിട്ട് ക്യാമറയിൽ, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ക്യാമറയിലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതാരെയും കാണിച്ചിട്ടില്ല ആ ഫോട്ടോ. ഞങ്ങൾ തമ്മിൽ മാത്രം ജസ്റ്റ് ഞങ്ങളിങ്ങനെ പ്രേമിച്ച് നടന്നിട്ടുള്ള ഫോട്ടോയാണ്. അത് ഞങ്ങളുടെ ഫോണിനകത്ത് ഉണ്ട്. അത് ഇവിടെ എപ്പോഴും പറയാം, എന്തെങ്കിലും ആരെങ്കിലും കാണിക്കണം എന്ന് കല്യാണം കഴിഞ്ഞിട്ട് കാണിക്കണം. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആ ഫോട്ടോ അതുവരെ ഞങ്ങൾ ബ്ലർ ആക്കി ഇടാം, തെളിയും. അതിങ്ങനെ എപ്പോഴും പറയും. അത് ഭയങ്കര, കാരണം ആ ഫോട്ടോ ഞങ്ങൾ രണ്ടുപേരും അല്ലാണ്ട് മൂന്നാമതൊരാൾ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഫോട്ടോ എടുത്തിട്ട് ഒരു 3-4 വർഷമായി അല്ലേ? അത്ര ആയിട്ടില്ലേ? കൂടുതലായിട്ടുണ്ടാവും. ഒരു മിനിമം ഒരു 3-4 വർഷം ആയിട്ടുണ്ട് ആ ഫോട്ടോ എടുത്തിട്ട്. ഞങ്ങൾ രണ്ടുപേരും അല്ലാണ്ട് ഇതുവരെ ആ ഫോട്ടോ ആരും കണ്ടിട്ടേ ഇല്ല. അടുത്തത് അക്കൗണ്ട് ബാലൻസ് ഇൻ യുവർ അക്കൗണ്ട്. എനിക്ക് 10,000 രൂപ കാണത്തുള്ളൂ. മറ്റു വേറൊരു അക്കൗണ്ട്, 2 അക്കൗണ്ട് ഉണ്ട്. ഒരു അക്കൗണ്ട് ഇതിനകത്ത് 3,000 രൂപ കണ്ടേ ഉള്ളൂ. അക്കൗണ്ടിൽ എത്ര ഉണ്ട്? അതൊരു 1-1.5 അക്കൗണ്ട്. സിജോനെ കാണിക്കണം, ഇവിടെ കാണിക്കണം. എന്റെ ഒരു അക്കൗണ്ടില് ജിപേ ഇല്ല, ബിബിയിലെ ഫണ്ടൊക്കെ വന്ന അക്കൗണ്ട് ഉണ്ട്, അതില്ല. പിന്നെ ഞാൻ മറ്റേ ഞാൻ അതുകൂടെ പറയാം. അതായത് ഞാൻ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് ഞാനല്ല. എനിക്ക് യൂട്യൂബിന് ഫണ്ടൊക്കെ വരുന്ന സമയത്ത് ആ പൈസ ഞാൻ ലിനുവിനാണ് ഏൽപ്പിക്കാറുള്ളത്. കാരണം ഞാൻ മുടിച്ചു കളയും ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ആ അന്നത്തേക്ക് വേണ്ടുന്ന എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. ആ അക്കൗണ്ടിന്റെ ബാലൻസ് ഞാൻ കാണിക്കാം. 3272 രൂപ 79 പൈസ. അപ്പൊ ഇതിന്ന് ചിലവാക്കി തീർക്കാം, അത്രേ ഉള്ളൂ. ഇത് തീർത്തു കഴിഞ്ഞാൽ മറ്റേ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് മറ്റേ അക്കൗണ്ടിലപ്പോ അതിനകത്ത് ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ ഇത്തിരി അത്യാവശ്യം പറയണ എന്ത് ബാലൻസോ? അതിനകത്ത് ഇപ്പൊ കല്യാണം നടത്താനുള്ള തുകയൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല, കല്യാണം നടത്താനായിട്ടുള്ളൂ. ഇപ്പൊ അതിനകത്ത് ഒരു 3-4 ലക്ഷം രൂപയൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് 3000 കണക്ക് രണ്ടുപേർക്കും ഇതിൽ ഞങ്ങൾ ഇന്ന് പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇത്രയും പൈസ ചിലവാക്കാൻ പാടുള്ളൂ. നല്ല ഐഡിയ ഉണ്ടല്ലോ. ഇവിടെ അക്കൗണ്ട് ബാലൻസ് മൊത്തം അത്ര വെക്കുക. ഇന്ന് ഇത്രയും കാശ് വേണ്ടി ചിലവാക്കി തീർക്കാം. ഇത് കഴിഞ്ഞാൽ പിന്നെ കാശില്ല ചിലവാക്കാൻ, വീട്ടിൽ പോകണം. അപ്പൊ നിങ്ങൾ പെട്രോൾ പെട്രോളൊക്കെ അടിച്ചിട്ട് വന്നേ. അതെ, നിങ്ങൾ കാശ് തരണം. ഓക്കെ, ആദ്യം വാങ്ങി അല്ലെങ്കിൽ നൽകിയ അല്ലെങ്കിൽ അവസാനം വാങ്ങി നൽകിയ ഗിഫ്റ്റ്. അതിനെപ്പറ്റി കുറച്ച് പറയാനുണ്ട്. ഞാൻ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ടീച്ചയുടെ അറിയാമല്ലോ. അപ്പൊ എന്റെ കൂട്ടുകാരന്മാർ വാലന്റൈൻസ് ഡേ വരുമ്പോൾ അല്ലെങ്കിൽ ഇവര് ഈ പരിചയപ്പെട്ട ദിവസം ഉണ്ടോ, ഞങ്ങളുടെ മെയ് 28-ാം തീയതിയാണ് ഞങ്ങളുടെ പരിചയപ്പെട്ട ദിവസം, ആനിവേഴ്സറി ആയിട്ടൊക്കെ പറയുമല്ലോ, ബർത്ത്ഡേ വരുമ്പോഴൊക്കെ. അപ്പൊ എന്റെ കൂട്ടുകാരന്മാർ എല്ലാവരും ഉണ്ടല്ലോ ഈ 20,000 രൂപ 30,000 രൂപയുടെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ ദിവസം എനിക്ക് വന്നിട്ട് പറഞ്ഞു, നാളെ ഞങ്ങൾ പരിചയപ്പെട്ട ദിവസമാണ്, ആനിവേഴ്സറി ആണ്. അപ്പോൾ അവന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ അവൾക്ക് ഒരു കുറച്ച് ബേർഡ്സ്, കുറച്ച് പ്ലാന്റ്സ് എല്ലാം കൂടെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവാ ഗിഫ്റ്റ് ആയിട്ട്. ജീവനുള്ള അവൾക്ക് ഭയങ്കര ഈ ബേർഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പറക്കുന്ന ഒരു അണ്ണാനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ജാസ്മിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അത് തന്നെ ഇതൊക്കെയാണ് വാങ്ങിച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എനിക്ക് പറഞ്ഞു, കഴിഞ്ഞ തവണ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്തത് 32,000 രൂപയുടെ സാധനങ്ങളാണ്, ഇൻഡോർ പ്ലാന്റ്സ്, ബേർഡ്സ് എല്ലാം കൂടെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവം 32,000 രൂപയുടെ ഗിഫ്റ്റോ ഇത് നോ. അപ്പൊ എനിക്ക് കാരണം ഞാൻ ലിനുവിന് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന മാക്സിമം ഗിഫ്റ്റിന്റെ തുക എന്ന് പറയുന്നത് ഏറ്റവും പീക്ക് 2,000 രൂപയാണ്. 2,000 ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം എന്റെ ഒരു പോളിസി ഉണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് 2 ലക്ഷമോ 3 ലക്ഷമോ മുടക്കിക്കോ, കല്യാണത്തിന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിലേക്കുള്ള വാങ്ങിച്ചു കൊടുക്കില്ല. അപ്പൊ എന്റെ കൂട്ടുകാരന്മാർ ഞാൻ വിളിച്ച് ഉപദേശിക്കും, അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഇത്രയും കാശ് മുടിക്കരുത്, പിന്നത്തെ ഭാവിയിലേക്ക് സേവ് ചെയ്യും. എന്റെ കൂടെയുള്ള കൂട്ടുകാരന്മാരെല്ലാരും പിന്നെ ഒരു 300 രൂപ 400 രൂപയുടെ ഗിഫ്റ്റ് വരെ വാങ്ങിച്ചു കൊടുത്ത് ആ പെമ്പിള്ളേർ എന്നെ വിളിച്ചിട്ടുണ്ട്, താൻ എന്ത് പണിയോടെ കാണിക്കുന്നത്. എന്റെ ഒരു കൂട്ടുകാരൻ അവനൊരു 10-20,000 രൂപയുടെ സാധനം പ്ലാൻ ചെയ്തു ഒരു ദിവസം. പിന്നെ ഞാൻ ഉപദേശിച്ച് അതിന്റെ 1000 താഴെ ആക്കി. അവളെന്നെ വിളിച്ചു,
താനെന്ത് പണിയാണ് കാണിച്ചത് എനിക്ക് തോന്നുന്നു ബാർഗെയിൻ ചെയ്യാൻ ഭയങ്കര അടിപൊളി ബാർഗനിങ് അല്ല, ഞാൻ പക്ഷെ ഇങ്ങനെ കട്ട് Cut ചെയ്യും. മറ്റേ cost cut ചെയ്യും. കോസ്റ്റ്. അപ്പൊ ഞാൻ ലിനുവിന് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുമ്പോഴത്തേക്കും 2000-ന്റെ അപ്പുറത്തേക്കുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ ഇതുവരെ ലിനുവിന് വാങ്ങിക്കാൻ അപ്പൊ ഏറ്റവും പറ്റിയിട്ടില്ല. കൂടുതൽ അപ്പം ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തേക്കണം ലിനുവിന്. ലിനുവിന് വാച്ച്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ദേവിക്കുന്ന ഒരു കമ്മല് ഞാൻ വാങ്ങി. ശരി ശരി. അത് കുറച്ച് അത് 2000 അടുത്ത് വന്ന അതെനിക്ക് വാങ്ങിച്ചു. അപ്പൊ ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റോ വാച്ചാന്ന് തോന്നല്ലേ. ആ വാച്ചിന് അത്ര ഒരു 3000-4000 രൂപ വാച്ച്. അവിടെ 4000 ബഡ്ജറ്റ്. ഇതിന് കോസ്റ്റ്ലി, അവള് പണക്കാരല്ലല്ലോ, നമ്മളെ പാങ്ങളല്ലല്ലോ. ഫോട്ടോ ഉണ്ടോ കൊടുത്തതിന്റെ? ഇതാണ് കമ്മൽ. ഓക്കെ, അപ്പൊ അത്രയുള്ള ഈ സെഗ്മെന്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവരുടെ ഇന്ന് ഇവർ എത്ര ചെലവാക്കാൻ പോകുന്നു എന്ന് വരെ അറിഞ്ഞിട്ടാണ് നമ്മൾ വിടുന്നത്. നിങ്ങളുടെ ഭാവി ലൈഫിന് അടിപൊളിയായിട്ടുള്ള എല്ലാ എന്താ പറയാ, അടിപൊളിയായിട്ട് പോട്ടെ അല്ലെ, എന്നാൽ അടിപൊളിയായിട്ട് ബാലൻസ് ചെയ്ത് പോട്ടെ. എനിക്ക് തോന്നുന്നു ഇവിടെ പ്രശ്നം വരുമ്പോ ഇവിടെ ബാലൻസ് ചെയ്യാൻ അങ്ങനെ അങ്ങനെ പോകുന്നു എനിക്ക് തോന്നുന്നു അല്ലേ, ഒബിയസ്ലി. അപ്പൊ ഇനി കല്യാണം ഉടനെ തന്നെ ഉണ്ടാവും. ഡേറ്റ് വരുന്നത് ഡിസംബർ എന്നാണ്. ഡിസംബറിൽ പൂജയെ ഞങ്ങൾ കെട്ടിച്ചോടെയാണ്. പൂജയുടെ അഖിലിന്റെ കല്യാണമാണ് ഡിസംബറിൽ. ഇനി വർഷങ്ങൾ കേട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി എന്നെ കല്യാണത്തിന് വിളിക്കണം കേട്ടോ. അപ്പൊ ഞാൻ വരാം. കല്യാണം ഫെബ്രുവരി ഒക്കെ ആവും. ഫെബ്രുവരി ഒക്കെ ആവും. വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. വീട്ടിലറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഫെബ്രുവരി ഒക്കെ ആവും. നമ്മൾ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. നവംബറിലോട്ട് ഞങ്ങളുടെ അവിടെ പന്തൽ വരെ കിട്ടും. എന്നിട്ട് ഇങ്ങനെ ജനുവരി പറഞ്ഞോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. പോട്ടെ ഞാൻ. ശരി, നിങ്ങൾ പൊക്കോ. ലുലുമോള അടയ്ക്കല്ലെങ്കിൽ നീ പോവാണോ? നമസ്കാരം. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.